അസ്സലാമലൈക്കും, നമസ്കാരം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് വാലന്റൈൻ സ്പെഷ്യലായിട്ടുള്ള നല്ലൊരു ബോട്ടിൽ ആർട്ടായിട്ടാണ്. ഇത് നമുക്ക് ഗിഫ്റ്റൊക്കെ കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഐറ്റം കൂടിയാണ്. അപ്പോൾ ഇതാ അതിനായിട്ടൊരു ബോട്ടിൽ എടുത്തിട്ടുണ്ട്. ഈ ബോട്ടിലിനെ നമുക്കൊന്ന് ടിഷ്യൂ വെച്ചിട്ട് കവർ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിതാ ഗ്ലൂ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. 2:1 റേഷ്യോയിലാണ് മിക്സ് ചെയ്തെടുക്കുന്നത്. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ ഗ്ലൂ ഒന്ന് ഈ ബോട്ടിൽ അപ്ലൈ ചെയ്തിട്ട് ടിഷ്യൂ ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും തന്നെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ 2 ലെയറായിട്ടാണ് ഈ ടിഷ്യൂ ഒട്ടിച്ചെടുക്കേണ്ടത്. ആദ്യം നമുക്ക് ഒരു ലെയർ ഒട്ടിച്ചെടുക്കുക, അതിനുശേഷം ഒരു ലെയറും കൂടി ഒട്ടിച്ചെടുക്കുക. അപ്പോൾ ഞാനിതാ ആദ്യം ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കണ്ടേ. പിന്നെ ഗ്ലൂ അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ഗ്ലൂ വേണ്ട ആവശ്യമില്ല കേട്ടോ. കുറേശ്ശെ ഗ്ലൂ അപ്ലൈ ചെയ്തെടുത്താൽ മതി. എന്താ വെച്ചാൽ ടിഷ്യൂ അല്ലേ, പെട്ടെന്ന് തന്നെ അത് കീറി പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്യുക, അതിനുശേഷം ഈ ടിഷ്യൂ ഒന്ന് ഒട്ടിച്ചെടുക്കുക. അത്രയേ ഉള്ളൂ കേട്ടോ. ഇത് കണ്ടില്ലേ, ബോട്ടിൽ ഫുള്ളായിട്ട് ടിഷ്യൂ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഉണക്കിയെടുക്കാം കേട്ടോ. അപ്പോഴേക്കും നമുക്ക് കുറച്ച് ഫ്ലവേഴ്സൊക്കെ ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ ഫ്ലവേഴ്സ് ഉണ്ടാക്കാനായിട്ട് ഞാനിത് ക്ലേ എടുത്തിട്ടുണ്ട്. ഈ ക്ലേ നമുക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് എടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ഇത് കൈ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് പ്രസ് ചെയ്തെടുക്കുക, നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കുക. അതിനുശേഷം നമ്മളിതാ ഒരു ചെറിയൊരു പീസ് എടുത്തിട്ട് ഇതേപോലെ തിന്നായിട്ടൊന്ന് പരത്തിയെടുക്കുക. കൈ വെച്ചിട്ട് തന്നെ പരത്തിയെടുത്താൽ മതി കേട്ടോ. കൈ വെച്ച് പരത്തിയെടുക്കുക, എന്നിട്ടൊന്ന് റോളാക്കി കൊടുക്കുക. ഇതേപോലെ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവല്ലോ. ഈ ചെറിയൊരു റോളാക്കിയതിന് ശേഷം അതിൻ്റെ താഴെ ഭാഗത്ത് നിന്ന് നമുക്കത് കട്ട് ചെയ്തെടുക്കുക. കൈ വെച്ചിട്ട് തന്നെ അതിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് അത് പിന്നെയും ഇതേപോലെ തന്നെ തിന്നാക്കിയെടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ ലെയർ പോലെ ആക്കിയിട്ട് വെച്ച് കൊടുക്കുക. കണ്ടല്ലോ, വളരെ സിമ്പിളാണ്. ഇതേപോലത്തെ ഫ്ലവേഴ്സ് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് ഫ്ലവർ ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ ഇതേപോലെ കുറച്ച് ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ചെറുതും വലുതും ഒക്കെ ആയിട്ടുള്ള കുറച്ച് ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുക്കുക. അതേപോലെ കുഞ്ഞു ബോൾസ് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതെല്ലാം ഒന്ന് ഡ്രൈ ആക്കാൻ വേണ്ടിയിട്ട് വെക്കണം കേട്ടോ. 24 hours വെച്ചാൽ നമുക്കത് നല്ലതുപോലെ ഡ്രൈ ആയി കിട്ടും കേട്ടോ. പിന്നെ നമ്മൾ എടുക്കുന്ന ക്ലേ ഉണ്ടല്ലോ, അപ്പോൾ എടുത്ത് കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ള ക്ലേ നല്ലതുപോലെ ഒന്ന് കവർ ചെയ്ത് എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കിയിട്ട് വെക്കണം കേട്ടോ. അല്ലെങ്കിൽ അത് പെട്ടെന്ന് തന്നെ ഡ്രൈ ആയി പോകും കേട്ടോ. പിന്നെ നമുക്കത് ഉപയോഗിക്കാനേ പറ്റില്ല കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഇത് കണ്ടല്ലോ, നമ്മൾ ബോട്ടിലൂടെ സെറ്റായിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ മുകളിലായിട്ട് നമുക്കൊന്ന് അക്രിലിക് പെയിൻറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് ഏത് കളർ വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാം കേട്ടോ. ഞാനിവിടെ വൈറ്റാണ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അതിനനുസരിച്ച് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ബോട്ടിൽ ഫുള്ളായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ കുറച്ച് ഡേയ്സ് ആയിട്ട് ഞാൻ വീഡിയോസ് ഒന്നും ഇടാറില്ലായിരുന്നല്ലോ. അപ്പോൾ അത് കണ്ടിട്ടായിരിക്കും കുറച്ച് പേര് എന്നോട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ചോദിച്ചു കേട്ടോ, എന്താ വീഡിയോസ് ഇടാത്തതെന്ന്. അപ്പോൾ നമ്മളെ അറിയപ്പെടുന്ന കുറച്ച് പേരുണ്ടെന്ന് അറിയുമ്പോൾ തന്നെ ഒരു സന്തോഷമാണല്ലോ. അത് കണ്ടപ്പോൾ ഞാനൊന്ന് കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. സുഖമില്ലാത്തത് കൊണ്ടാണ് ഇടാഞ്ഞതെന്ന്, സൗണ്ട് ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ വോയിസ് കൊടുക്കാത്ത വീഡിയോ ഇടുന്നത് നിങ്ങൾക്ക് താല്പര്യമില്ല എന്ന് അറിഞ്ഞതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇടാത്തത്. അതിന് ശേഷം പിന്നെ ഒരു വീഡിയോ വോയിസ് ഇടാതെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ, സേവ് ദ ഡേറ്റിൻ്റെ ഒരു വീഡിയോ. അതുകൊണ്ടാണ് കുറച്ച് ലേറ്റ് ആയിപ്പോയത് കേട്ടോ. അപ്പോൾ ഇതാ കണ്ടല്ലോ, നമ്മൾ ബോട്ടിൽ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലതുപോലെ ഉണങ്ങിയതിന് ശേഷം കേട്ടോ ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഇതിപ്പോൾ നല്ലതുപോലെ ഉണങ്ങിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഫോട്ടോ ഒട്ടിച്ചെടുക്കുക കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ കയ്യിൽ ഫോട്ടോ ഇല്ലാത്തതുകൊണ്ട് സാധാ A4 ഷീറ്റിൽ ഞാൻ പ്രിൻ്റ് എടുത്തിട്ടുള്ളതാണ്. ഇത് നിങ്ങൾക്ക് ഫോട്ടോ വെച്ചിട്ട് ചെയ്താണെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും കേട്ടോ. ഫോട്ടോക്ക് എന്താ പറയുക, അതിനൊരു ഗ്ലേസിങ് ഉണ്ടാവുമല്ലോ. ഇനിയിപ്പോൾ നമുക്ക് ഇതേപോലെ തന്നെ സ്റ്റുഡിയോയിൽ കൊടുത്താണെങ്കിൽ ഗ്ലേസിംഗ് ഉള്ള A4 ഷീറ്റിൽ A3 പേപ്പറിലൊക്കെ ആയിട്ട് അവർ പ്രിൻ്റ് എടുത്തരും കേട്ടോ. ഇനി ഞാൻ ഈ ഫോട്ടോ ഒന്ന് ഇതിൻ്റെ ഈ ബോട്ടിലിൻ്റെ മിഡിലായിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. അതിനുശേഷം നമ്മളിതാ കുഞ്ഞു ബോൾസ് ഉണ്ടാക്കി എടുത്തിട്ടില്ലായിരുന്നോ ക്ലേ കൊണ്ട്, അത് ഇതിൻ്റെ കവർ ചെയ്തെടുക്കുന്നുണ്ട്. ഇതിന് ഫോട്ടോന് ബോർഡറായിട്ട് കവർ ചെയ്തെടുക്കുക കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ കവർ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഞാനിതാ കുറച്ച് ഫ്ലവേഴ്സൊക്കെ വെച്ചിട്ട് സെറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഫ്ലവേഴ്സ് ചെറുതും വലുതുമായിട്ടുള്ള ഫ്ലവേഴ്സ് ആയിരുന്നല്ലോ നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെയാണോ വേണ്ടത് അതനുസരിച്ച് സെറ്റ് ചെയ്തെടുക്കുക. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് സെറ്റ് ചെയ്തെടുക്കുക കേട്ടോ. ഈ ബോട്ടിലിൻ്റെ ഏത് ഭാഗത്ത് നമുക്ക് ഫോട്ടോ ഒട്ടിക്കണം, അതേപോലെ ഏത് ഭാഗത്ത് ഫ്ലവേഴ്സ് ഒട്ടിക്കണം, അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ ഒരു ഐഡിയ ഷെയർ ചെയ്യുന്നതെന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഏതുപോലെയാണോ ചെയ്യേണ്ടത് അതേപോലെ ചെയ്തെടുക്കുക. അപ്പോൾ ഇനി ഈ ഒരു ഭാഗം ഫുള്ളായിട്ട് കവർ ചെയ്തെടുത്തില്ലേ, ഇനി അതിൻ്റെ ഓപ്പോസിറ്റ് ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗം ഇതേപോലെ തന്നെ കവർ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ അതും ഇതേപോലെ ഒരു ഫോട്ടോ ഒട്ടിച്ചെടുക്കുക. അതിനുശേഷം ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇതിൻ്റെ ബോർഡർ കവർ ചെയ്യാനായിട്ട് എന്താ ചെയ്യുന്നത് വെച്ചാൽ കുറച്ച്
വൂളൻ ത്രെഡാണ് എടുത്തിട്ടുള്ളത്. ഈ വൂളൻ ത്രെഡ് ഞാൻ ആദ്യം ഒരു ക്രാഫ്റ്റ് ചെയ്തതിൻ്റെ ബാക്കിയുള്ള പീസുകളാണ്, കട്ട് ചെയ്തിട്ടുള്ള ബാക്കിയുള്ള പീസുകൾ എടുത്ത് വെച്ചതായിരുന്നു കേട്ടോ. ആ പീസ് എൻ്റെ വെച്ചിട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇങ്ങനെ കട്ട് ചെയ്തിട്ടുള്ള പീസൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ കുഞ്ഞു കുഞ്ഞു പീസായിട്ട് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതേപോലെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കുക. ഞാനിതിപ്പോൾ കുഞ്ഞു കുഞ്ഞാക്കിയിട്ടൊന്നും എടുത്തിട്ടില്ല കേട്ടോ, എൻ്റെ കയ്യിലുള്ള അതേപോലെ തന്നെ വെച്ച് കൊടുത്താണ്. അപ്പോൾ നിങ്ങൾക്ക് അത് വേണമെങ്കിൽ കുഞ്ഞു കുഞ്ഞാക്കി എടുക്കുക. അതിനുശേഷം നേരത്തെ നമ്മൾ ചെയ്തില്ലേ ഫ്ലവേഴ്സ് ഒട്ടിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ അതിനും 2 സൈഡിലാക്കിയിട്ട് ഫ്ലവേഴ്സ് ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതിനെല്ലാം ഒന്ന് പെയിൻറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ പെയിൻറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് റെഡാട്ടോ എടുക്കുന്നത്. വാലൻറ്റൈൻസ് തീമിലായതുകൊണ്ടാണ് റെഡ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ എടുക്കാം കേട്ടോ. അപ്പോൾ റെഡ് ഇതിന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഫ്ലവേഴ്സിന് മാത്രം റെഡ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. പിന്നെ ഗോൾഡൻ മെറ്റാലിക്കാണ് കേട്ടോ ഈ പേൾസിന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ഞാനിങ്ങനെ പെയിൻറ്റ് അപ്ലൈ ചെയ്തെടുക്കുമ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ പറിച്ചെടുക്കുന്നത് എന്താണെന്ന് വിചാരിക്കുന്നുണ്ടാവും അല്ലേ. ഈ ഗ്ലൂ ഗൺ വെച്ചിട്ടാണല്ലോ ഒട്ടിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഗ്ലൂ ഗൺ വെച്ചിട്ട് ഒട്ടിച്ചെടുക്കുമ്പോൾ എന്തായാലും ഒരു നാര് പോലെ ഉണ്ടാവും കേട്ടോ. അത് ഉണങ്ങിയതിന് ശേഷം അത് പറിച്ചെടുത്താൽ മതിയേ. അത് പറിച്ചെടുക്കണം കേട്ടോ എന്തായാലും, അല്ലെങ്കിൽ ഒരു വൃത്തികേട് പോലെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ കണ്ടല്ലോ നമ്മുടെ ബോട്ടിലൂടെ സെറ്റായിട്ടുണ്ട്. ഇതൊന്ന് ഉണങ്ങാൻ വെച്ചപ്പോഴേക്കും ആ ഫ്ലവേഴ്സിനൊക്കെ ഒന്നുകൂടി പെയിൻറ്റ് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഡാർക്ക് ആയതുപോലെ തോന്നിയിട്ടോ. അപ്പോൾ ഞാനതിൻ്റെ മുകളിലായിട്ട് ആ ഗോൾഡൻ മെറ്റാലിക് ഒന്ന് ചെറുതായിട്ടൊന്ന് ടച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളെന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ ബോട്ടിലിൻ്റെ അടപ്പുള്ള ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗത്ത് സാറ്റൻ റിബൺ വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബോട്ടിലിൻ്റെ 2 വശം ഉണ്ടല്ലോ, 2 സൈഡിൽ നമ്മൾ ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ ആ 2 സൈഡിൽ ഇത്രത്തോളം മതി എന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് സ്റ്റോപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ആ 2 വശവും കൂടി ഒന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഫോം ഷീറ്റിൽ ഹാർട്ട് ഷേപ്പ് കട്ട് ചെയ്തെടുക്കുകയാണേ. അപ്പോൾ ഇത് ചെറുതോ വലുതോ നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അങ്ങനെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ 4 പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 4 പീസ് കട്ട് ചെയ്തെടുക്കുക. അതിന് ശേഷം ഇതേപോലുള്ള വൂളൻ ത്രെഡ് എടുത്തിട്ടുണ്ട്. ബ്ലാക്ക് കളറാണ് എടുത്തിട്ടുള്ളത്. റെഡ് ആകുമ്പോൾ ബ്ലാക്ക് നല്ല മാച്ച് ആവുമല്ലോ. അപ്പോൾ ബ്ലാക്ക് കളർ എടുത്തിട്ടുണ്ട്. ബ്ലാ എന്നൊക്കെ ആയി പോകുന്നുണ്ട് കേട്ടോ, ഒന്ന് ക്ഷമിക്കുക. അപ്പോൾ ബ്ലാക്ക് കളർ എടുത്തിട്ടുണ്ട്. ഈ ബ്ലാക്ക് കളർ ഒന്ന് ഇതേപോലെ ടൈറ്റ് ആക്കിയിട്ടൊന്ന് കെട്ടി കൊടുക്കുക കേട്ടോ. 2 ലെയർ ആക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. ഈ 2 ലെയറാക്കി കെട്ടിയതിന് ശേഷം ഇതിൻ്റെ ഒരു കുറച്ചിങ്ങനെ താഴ്ത്തിയിട്ടാട്ടോ വേണ്ടത്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ. അപ്പോൾ അതിൻ്റെ അറ്റത്ത് നമ്മൾ കട്ട് ചെയ്തില്ലേ, ഫോം ഷീറ്റിൽ കട്ട് ചെയ്തില്ലേ ഹാർട്ട് ഷേപ്പ്, അത് ഇതേപോലെ ഒട്ടിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഒരു ഭാഗത്ത് 2 എണ്ണം വേണം കേട്ടോ. എന്താ പറയുക, അപ്പുറമായിട്ട് ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ 2 സൈഡിലും ഇങ്ങനെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ 2 സൈഡിലും അതങ്ങനെ തൂങ്ങിക്കിടക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ ഇത് വേണ്ടാന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം കേട്ടോ. ബാക്കിയുള്ളത് വരെ ചെയ്തെടുത്താൽ മതി. നിങ്ങൾ എടുക്കുന്ന ബോട്ടിലിനനുസരിച്ച് എങ്ങനെയാണോ ചെയ്യേണ്ടത് അതേപോലെ ചെയ്തെടുക്കുക. അപ്പോൾ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ കാണാൻ. ഇതേപോലെ നമുക്ക് ബർത്ത്ഡേ ആനിവേഴ്സറിക്കൊക്കെ ചെയ്തെടുക്കാം കേട്ടോ. അതേ ഒരു തീമിൽ ചെയ്തെടുത്താൽ മതി. നല്ല അടിപൊളിയാണ് കേട്ടോ. ഗിഫ്റ്റൊക്കെ കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തതിന് ശേഷമുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പിന്നെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് ഫോളോ ചെയ്യുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ. അസ്സലാമു അലൈക്കും. ടേക്ക് കെയർ.